നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേദന തോന്നുന്നുണ്ടോ? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം റമളാൻ ഇങ്ങനെ വിട പറയുമ്പോൾ അവൻ്റെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടൊരു മനുഷ്യൻ മരിച്ചു പോകുന്നതിലേറെ വേദന. കാരണം ഈ റമളാൻ എന്നെ എൻ്റെ റബ്ബിലേക്ക് അടുപ്പിച്ച മാസമാണ്. എൻ്റെ റബ്ബ് എന്നിലേക്ക് കൂടുതൽ ഉറ്റുനോക്കുന്ന മാസമാണ്. നിരന്തരം എൻ്റെ നാഥൻ എന്നെ വിളിക്ക്, എന്നോട് ചോദിക്ക്, ഞാൻ നിനക്കായി കാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കാത്തിരുന്ന നിമിഷങ്ങളടങ്ങുന്ന മാസമാണ്. ഈ മാസം വിട പറയുമ്പോൾ മുഅ്മിനിന്റെ മനസ്സ് വല്ലാതെ പിടച്ചു പോകും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബ റമളാൻ ഇങ്ങനെ വിട പറയുമ്പോൾ 6 മാസം കരയുമായിരുന്നു അത്രേ. 6 മാസം. നമുക്കൊരു ദിവസം കരയാൻ പറ്റൂ? പെരുന്നാൾ വരുന്നതോടുകൂടെ പിന്നെ റമളാനിന്റെ ഒരു ഹാങ് ഓവർ ഒക്കെ അങ്ങ് മാറി. പിന്നെ പെരുന്നാൾ ചിന്തകളായി, പിന്നെ അടിച്ചുപൊളിയായി. റമളാൻ എന്നൊരു മാസം ഉണ്ടായിരുന്നു എന്ന് പോലും ഓർക്കാത്തവണ്ണം റമളാനിനെ അപ്പാടെ മറക്കുന്നവരായി മാറി. പിന്നെ റമളാനിന് ഓർമ്മ വരണമെങ്കിൽ അടുത്ത റജബില് പള്ളിയിൽ നിന്ന് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന ദുആ നമ്മൾ കേൾക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബ 6 മാസം കരയുമായിരുന്നു. റമളാൻ എനിക്ക് അനുകൂലമായിട്ടുണ്ടോ അല്ലാ? റമളാൻ പ്രതികൂലമായാൽ ഞങ്ങൾ അധോഗതിയിലാണെന്ന് സ്വഹാബ റളിയല്ലാഹു അൻഹു. നമ്മുടെ കൽബിൽ ആ ചിന്ത വേണ്ടേ? നമ്മൾ മുത്തഖിയാകണ്ടേ? ഇന്നലെ നമ്മൾ പറഞ്ഞു റമളാൻ അല്ലാഹ് നമുക്ക് തന്നത് നമ്മൾ മുത്തഖിയാകാനാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ 5 വഖത്ത് തലകുത്തി മറിയുന്നു എന്നവനല്ല. ആ ഒരു തലകുത്തിമറിച്ചിലല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവൻ. അവനിലൂടെ ആ പ്രവഹിക്കുന്ന പ്രകാശം മുഴുവൻ അള്ളാൻ്റെതാകണം. അവന്റെ സ്വഭാവം അള്ളാഹുവിന്റെ സ്വഭാവമാകണം. അവനിൽ നിന്നൊരു നൂറ് പുറപ്പെടണം. അവനെ കാണുമ്പോ, റമളാൻ കിട്ടിയ മനുഷ്യനെ കാണുമ്പോ മറ്റുള്ളവരുടെ മനസ്സിലും ഒരു സന്തോഷം, ഒരു ആഹ്ലാദം. കാരണം അള്ളാന്റെ നൂറ് അവനിൽ നിന്ന് പ്രസരിക്കുന്നത് പോലെ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മതകീയ ചിഹ്നങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും മാനുഷികമായ എല്ലാ ബോധവും നമ്മളിൽ ഉണ്ടാകണം. ആർദ്രമായ മനസ്സ്, മറ്റുള്ളവരോട് കരുണ ചെയ്യുന്ന മനസ്സ്, അല്ലേ? ഈ റമളാനിൽ നമ്മളിങ്ങനെ വിശപ്പും ദാഹമൊക്കെ സഹിച്ചത് എന്തിനാ? സഹിച്ചു എന്നൊന്നും പറയാൻ പറ്റൂല. എന്നാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുമ്പോ പടച്ചോനെ, ഇടക്കൊക്കെ പട്ടിണിയുടെ ഒരു വിളിനാളം പോലെ വിശപ്പ് ഇങ്ങനെ വരും, അല്ലേ? വിശപ്പ് നല്ല തീക്ഷ്ണമായി ചില സമയങ്ങളിൽ, നല്ല ചൂടുള്ള സമയത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, അങ്ങ് ഫലസ്തീനിലേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടില് അല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തെ പല ഗല്ലികളിലും ചെറിയ കുഞ്ഞുമക്കൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു നേരാണ്. ഒരു നേരം വടാപ്പാവ് മാത്രം, ഒരൊറ്റ വടാപ്പാവ് ഒരു ദിവസം കഴിക്കുന്ന കുട്ടികൾ എനിക്കറിയാം. നേരിട്ട് പോയി കണ്ട് ഞെട്ടിത്തരിച്ച കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ വടാപ്പാവ് അതിങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും കഴിക്കുന്ന കുഞ്ഞുമക്കൾ. ഈ പട്ടിണിയുടെ അല്ലെങ്കിൽ വിശപ്പിന്റെ വിളിനാളം വന്നപ്പോ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റമളാനിന്റെ ഫലം ലഭിക്കുന്നുണ്ട് ഇല്ലേ? ആ പട്ടിണി പാവങ്ങളെ കുറിച്ച് ഓർക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ദരിദ്രരെ കുറിച്ച്, പീഡിത ജനവിഭാഗങ്ങളെ കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു റമളാനാണ് കടന്നു പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റമളാൻ നമുക്ക് ലഭിച്ചിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ മുഹമ്മദ് അൽ അസദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരുന്നു, ലിയോപോൾ വൈസ്, അല്ലേ? ഇന്നലെ നമ്മൾ പറഞ്ഞു, ജൂതനായ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുഹമ്മദ് അൽ അസദായി മാറിയ കഥ. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, ദ റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള വഴി എന്നാണ്, മക്കയിലേക്കുള്ള പാത. ശരിക്കും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അദ്ദേഹം ഇങ്ങനെ അറബ് രാഷ്ട്രങ്ങളിലൂടെ, അറബ് ഗല്ലികളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, അതുപോലെ തന്നെ ഗ്രാമവാസികളായ അറബികൾക്കിടയിലൂടെ ഇങ്ങനെ യാത്ര നടത്താൻ ഒരിക്കൽ ഈജിപ്തിൽ വന്ന് റമളാൻ മാസത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, one has to abstain from food and drink in order to feel in one's own body. ഒരു മനുഷ്യൻ ഇങ്ങനെ നോമ്പ് പിടിക്കുമ്പോൾ അവന് കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ട്. ഒരു ഫീലിംഗ്, അവൻ അനുഭവപ്പെടേണ്ട ഒരു ആസ്വാദനമുണ്ട്, അല്ലെങ്കിൽ അവൻ തിരിച്ചറിയേണ്ട ഒരു ഫീലിംഗ് ഉണ്ട്. വെള്ളം കുടിക്കാതിരിക്കുമ്പോ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ അവന്റെ മനസ്സിൽ തോന്നേണ്ട ഒരു ചിന്ത, what a poor and hungry feel. പാവപ്പെട്ടവനും
വിശപ്പ് സഹിച്ച് ജീവിക്കേണ്ടി വരുന്നവനും അനുഭവിക്കുന്ന ഒരു വേദനയാണ് ആ ഫീലിങ്സ് എന്ന് മുഹമ്മദ് അൽ അസദ് പറഞ്ഞു തരികയാണ്. ഇന്ന് വരെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? സുഭിക്ഷമായി നമ്മൾ ഭക്ഷിച്ചു, ഇനി റമദാൻ ഇങ്ങനെ വിട പറഞ്ഞു പോകുമ്പോ 2, 3 അല്ലെങ്കിൽ 4 ദിവസം മാത്രം ബാക്കി നിൽക്കാണ് റമദാൻ. ഇത്രയും ദിവസം നമ്മൾ എങ്ങനെയൊക്കെയോ നഷ്ടപ്പെടുത്തി. ഇനി കിട്ടുന്ന ഈ 2, 3 ദിവസം കൊണ്ടെങ്കിലും ഈ റമദാൻ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഇതവസാനത്തെ റമദാനായി പോയാൽ ഈ റമദാൻ എനിക്ക് അനുകൂലമായി എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമുക്ക് അള്ളാനെ കിട്ടിയോ? നമ്മൾ അള്ളാനെ ചോദിച്ചോ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നോമ്പ് നമ്മൾ അങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്. നോമ്പെന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസിനുള്ള സമയമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ദയ നൽകുക നോമ്പാണ്. നോമ്പ് അവന്റെ മനസ്സിൽ ദയയും കാരുണ്യൊക്കെ ഉണ്ടാക്കി തരുമെന്നാണ്. അതിനാണ് റഹ്മത്തിന്റെ 10 പടച്ചോൻ തന്നത്. അള്ളാഹിനോട് പടച്ചോനെ എനിക്ക് റഹ്മത്ത് ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് ചോദിക്കാൻ മാത്രമല്ല, അള്ളാന്റെ കരുണയുടെ സ്വഭാവം നിന്നിലുണ്ടാകാൻ. അള്ളാഹ് കാരുണ്യവാനാണ്, അവൻ റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അള്ളാഹ്. അതുപോലെ നിനക്ക് വഴിപ്പെട്ടവർക്ക് മാത്രമല്ല, നിന്നെ ചീത്ത വിളിച്ചവർക്കും നിന്നെ കുറ്റം പറഞ്ഞവർക്കും നിന്നെ ആക്ഷേപിച്ചവർക്കും. നമ്മൾ അള്ളാനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അള്ളാനെ കളിയാക്കിയിട്ടുണ്ട്, നമ്മൾ അറിയാതെ പോലും റബ്ബിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ ശ്വാസം അള്ളാഹു നിർത്തിക്കളഞ്ഞു, എന്നിട്ടും ഭക്ഷണം അല്ല തരാതിരുന്നു, എന്നിട്ടും വെള്ളമല്ല തരാതിരുന്നോ, എന്നിട്ടും സന്താനങ്ങളെ അല്ല തരാതിരുന്നോ, എന്നിട്ടും നമുക്ക് സൗകര്യങ്ങളല്ല തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല. തഖല്ലഖു ബിഅഖ്ലാഖില്ല. അള്ളാന്റെ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ റമദാൻ നമുക്ക് കിട്ടും. അതെന്താ? നമ്മളെ വേദനിപ്പിച്ചവർക്കും ഗുണം ചെയ്തു കൊടുക്കാം. അതാണ് റഹ്മാൻ. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ്. ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. കൽബൊന്ന് പൊട്ടണം സഹോദരങ്ങളെ. റമദാനില് പാവപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് ആ ഒരു വിശപ്പിന്റെ വെളിനാളം വരുമ്പോ, പടച്ചോനെ നീ എനിക്ക് ചെയ്ത നിഅമത്ത് എത്രയാണല്ലാ. എത്രയോ മനുഷ്യന്മാർ ഈ നിഅമത്തൊന്നും കിട്ടാതെ കഴിയുന്നുണ്ടല്ലാ. കൽബൊന്ന് പൊട്ടണം. അവനിലേക്ക് അടുക്കുമ്പോഴും കൽബൊന്ന് പൊട്ടണം. ഖുർആൻ ഓതിയ ആളുകളൊക്കെയാണ് നമ്മളില്ലേ. ഖുർആനെ കുറിച്ച് അല്ലാഹ് പറയുന്നില്ലേ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. ലോകത്തെ ഏറ്റവും നല്ല വർത്താനാണ് ഖുർആൻ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ ഖുർആൻ നമ്മളിങ്ങനെ നിരന്തരം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യ, നീ കാലാകാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനല്ല. നീ അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാ. അവിടെ ഉത്തരം പറയാതെ, അവിടെ കണക്ക് ബോധിപ്പിക്കാതെ ഒരു സെക്കൻഡ് നിനക്കങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് നിരന്തരം നമ്മിങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും. ഈ അള്ളാന്റെ കലാം ഓതുമ്പോ ഒരിക്കലെങ്കിലും നമ്മുടെ കൽബ് പൊട്ടിയിട്ടുണ്ടോ? നമ്മളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ? ഈ റമദാനില് നമ്മൾ ഹത്തും തീർത്തിട്ടുണ്ട്, ഹത്തും നമ്മൾ തീർത്തിട്ടുണ്ട് അല്ലേ? പക്ഷേ ഞാൻ ഈ ഓതുന്നത് എൻ്റെ നാഥനായ റബ്ബിന്റെ കലാമാണെന്നുള്ള ബോധ്യത്തിൽ ഒന്ന് പൊട്ടിക്കരയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നമ്മുടെ കൽബ് ഇങ്ങനെ പിടയ്ക്കണമെന്നാണ്. റമദാൻ പ്രത്യേകിച്ച് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ഖുർആൻ ഇറങ്ങിയ മാസം കിട്ടിയിട്ട് ഖുർആൻ പാരായണം ചെയ്തപ്പോ നമ്മുടെ കൽബൊന്ന് വിങ്ങിപ്പൊട്ടിയോ? നാഥനായ റബ്ബിനെ ഓർത്തിട്ട് അങ്ങനെയൊന്ന് കരയാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് റമദാൻ? അത് സാധാരണ ഒരു മാസം പോലെ കടന്നുപോയ ഒരു മാസമായി പോയില്ലേ? ഇതിലെന്ത് കാര്യം? ആ ഖുർആൻ എടുത്ത് വെക്കുമ്പോഴേക്ക് എന്റെ റബ്ബിനോടുള്ള സ്നേഹം നിറഞ്ഞ്, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നിറഞ്ഞിട്ട് പൊട്ടിക്കരയാൻ പറ്റണം. കൽബൊന്ന് ആർദ്രമാകണമെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പരിശീലനാണ്. റമദാനിൽ മാത്രം കരയണമെന്നല്ല, റമദാനിന് മാത്രം ഖത്മ് തീർക്കണം എന്നല്ല. ആ ഖുർആനുമായുള്ള ബന്ധം നിരന്തരം റമദാൻ കഴിഞ്ഞാലും എപ്പോഴും നമ്മളിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. ദാലിക ഹുദല്ലാഹ്. അങ്ങനെ നിങ്ങൾക്ക് ഖുർആനിലൂടെ ആർദ്രമാകുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ മക്കളെ, അതാണ് ഹിദായത്ത്. ഇതെന്റെ നാഥന്റെ കലാമാണ്, ഇതെന്റെ റബ്ബിന്റെ കലാമാണ്, എന്നെ പടച്ച ഖാലിഖായ അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമ് കയ്യിലേക്ക് എടുക്കുമ്പോൾ പോലും അവനോടുള്ള ആദരവ്,
ആ കലാമൊന്ന് പിടിക്കുമ്പോ പോലും അവനോടുള്ള ആദരവ്, കലാമ് സൂക്ഷിച്ചു വെക്കുന്നിടത്ത് അവനോടുള്ള ആദരവ്. എന്റെ റബ്ബ്, എന്റെ റബ്ബ്. ആ ചിന്താഗതിയിലൂടെ അല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലേ? ഇനി വരുന്ന ഈ കുറച്ച് ദിനരാത്രങ്ങൾ കൊണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ കഴിയണം. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാവ് കൂടെ കടന്നു വരുമ്പോ ധാരാളം ഖുർആൻ ഓതിയിട്ട് അള്ളാന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്തിനാണ് റമദാൻ? എന്തിനാണ് റമദാൻ? എന്ത് മുസ്ലിമാണ് നമ്മൾ? അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ, അല്ലേ? 27 രാവിലെ മാത്രം ചുരുങ്ങിപ്പോകരുത്. ഇനിയിപ്പോ റമദാൻ തീർന്നതുപോലെയാ. ഇന്നിപ്പോ മഗ്‌രിബ് നോക്കിക്കോ, എത്ര പേരുണ്ടാവും? ഇന്നത്തെ തറാവീഹ് അടിപൊളി, ആരും ഉണ്ടാവൂല. എത്ര പേരുണ്ടാവും, അല്ലെ? 27 രാവോടുകൂടെ പിന്നെ റമദാൻ തീർന്നു എന്നാണ്. എങ്ങാനും 29 രാവിനാണ് ലൈലത്തുൽ ഖദറെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 27 രാവാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ സയ്യിദുനാ റസൂലുള്ളാഹ്? സാധ്യത കൂടുതലാണെന്ന് സ്വഹാബത്തും ഇമാമിങ്ങളും പറഞ്ഞതാണ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം 21 രാവിനാണ് ലൈലത്തുൽ ഖദർ. വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. 29 രാവിന് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ നഷ്ടപ്പെടുത്തി കളയരുത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഇനി ഒരു റമദാനിൽ നമ്മൾ ആരും ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഇത് അവസാന റമദാനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കേട്ടോ. അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാത്രല്ല, ഈ വഅദും ഈ പ്രഭാഷണവും ഈ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയൊക്കെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഒന്നൊറ്റയ്ക്കിരിക്കണം. ആരുടെ മുമ്പില്? അള്ളാന്റെ മുമ്പിൽ. അള്ളാന്റെ മുമ്പിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്നിട്ട് അവനോടൊന്ന് ഇസ്തിഗ്ഫാർ നടത്തി നോക്കി, അവനോടൊന്ന് സംസാരിച്ചു നോക്കി. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ കുറിച്ച് പടച്ചോൻ പറഞ്ഞത് അവരെന്നോട് വർത്തമാനം പറയുന്നവരാണെന്നാണ്. അള്ളാന്റെ മുമ്പിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന മനുഷ്യർ. ഈ റമദാനിനെ കുറിച്ച് പറഞ്ഞ ഉടനെ അള്ളാഹ് പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ, എന്നെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം നബിയേ. ഞാൻ വളരെ അടുത്തുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. ഞാൻ വിദൂരത്തൊന്നുമല്ല, നിങ്ങൾക്ക് പിടിച്ചാ കിട്ടാത്ത ദൂരത്തൊന്നുമല്ല നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഞാനുണ്ട്. എന്നെ തിരിച്ചറിയാത്തതെന്തേ? എന്നെ വിളിക്കാത്തതെന്തേ? എന്നോടൊപ്പം ഒന്ന് ഒറ്റയ്ക്കിരിക്കാത്തതെന്തേ? അള്ളാഹു ചോദിക്കുന്നത് പോലെ ഞാൻ അടുത്തുണ്ട്. എന്നിട്ടെന്തേ വിളിക്കാത്തത്? എന്നിട്ടെന്തേ എന്നോടൊപ്പം ഇരിക്കാത്തത്? എല്ലാവരോടൊപ്പം ഇരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലേ? എല്ലാവരോടൊപ്പം വർത്തമാനം പറയാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലേ? ഈ റമദാൻ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പോലും എന്നോടൊപ്പം ഒന്നിരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയോ മനുഷ്യരെ? അന്നീ ഖരീബ്, ഞാൻ അവിടെ അടുത്തുണ്ട്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي. എൻ്റെ അടുത്തിരുന്ന് ചോദിക്കുന്ന അടിമക്ക് ഞാൻ എല്ലാം കൊടുക്കും. വൽയുഅ്മിനൂ ബി, എന്നെ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കണവന്. എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്റെ റബ്ബ് എനിക്ക് തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ ചോദിക്കണവന്. സംശയിച്ചു ചോദിക്കുന്നവനൊന്നും കിട്ടൂല. ചോദിക്കുന്നതൊക്കെ കിട്ടുന്നല്ല. അവൻ ആരാണ് നമ്മൾ പഠിച്ചത്? റബ്ബുൽ ആലമീനാണല്ലേ. നമുക്ക് എന്താണോ ഗുണം അത് തരുന്നവനാണ് അല്ലാഹ്. പരിശുദ്ധ റസൂൽ ദുആ ചെയ്യുമ്പോൾ 3 തരത്തിലാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? ഒന്ന് ചോദിക്കുന്നത് ഉടനെ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഫലം എവിടെ കിട്ടും? വേസ്റ്റായി പോകും ദുആ. ഒരു ദുആവും വേസ്റ്റ് ആകില്ല. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ദുആന് പെട്ടെന്ന് ഉത്തരം കിട്ടും. അത് നമ്മൾ വലിയ ആളായതുകൊണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോ സമയത്തിന്റെ മഹത്വം. അങ്ങനെയുള്ള സമയമാണ് ഈ ഒറ്റയിട്ട രാവുകൾ മുഴുവൻ. റമളാനിലെ ഓരോ നിമിഷം, അവസാന 10 വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെ സത്യമെന്ന് ഖുർആനിൽ പറഞ്ഞു. ആ രാത്രി റമളാനിലെ അവസാന 10 അയിമ്മത്തുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞൊരു 10 രാവുകളാണ് നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അള്ളാഹിനോടൊന്ന് ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയണം. അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യണേ. ചിലപ്പോഴൊക്കെ നമ്മുടെ ദുആ പെട്ടെന്ന്, ചിലപ്പോൾ സമയത്തിന്റെ ഒരു ഫലം,
ഇല്ല, ചില ആളുകൾ ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ഹബീബ് റസൂലുള്ളാഹ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ, അതും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകൊണ്ടടിക്കണ്ട. കയ്യിനേക്കാൾ വലിയ ആയുധല്ലേ നാവ്. ഈ നാവ് കൊണ്ടൊരു മനുഷ്യനെ അടിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ ഖൽബൊന്ന് പിടച്ചാൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും. സയ്യിദുനാ റസൂലുള്ളാഹ്, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ എഴുത്തുകൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ഈ റമദാൻ മാസം നമ്മൾ എന്തൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട് ഓൺലൈനിൽ അല്ലെ? എന്തൊക്കെ നമ്മൾ എഴുതി കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി ചെറുമാറാകട്ടെ. ഫൽയുഅ്മിനൂ ബി, എന്നെ വിശ്വസിച്ചുകൊണ്ട് എന്നോടൊപ്പം ഇരുന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവന് ഞാൻ കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇതിനൊക്കെ ഉള്ള അവസരമാണ് റമദാൻ. കൂടുതലായി റബ്ബിനോടൊപ്പം ഒന്ന് ഒറ്റയ്ക്കിരിക്കുക, തനിച്ചിരിക്കുക. ഭയങ്കര ആസ്വാദനാണ് റബ്ബിന്റെ കൂടെ ഒന്ന് ഒറ്റയ്ക്കിരുന്നാൽ. ഒരു ബോധ്യാണത്, ഞാൻ തനിച്ചല്ല, എനിക്കാരുമില്ല എന്നുള്ള തോന്നല് വേണ്ട. ആരെന്നെ കൈവിട്ടാലും, ഏത് കച്ചവടം തകർന്നാലും ഞാൻ തനിച്ചല്ല. ഞാൻ ആരുടെ അടിമയാണ്? ഉറക്കെ പറഞ്ഞു, ഞാൻ ആരുടെ അടിമയാണ്? ഞാൻ എന്തിനു ഭയക്കണം? എന്റെ കൂടെ ആരുണ്ട്? പറഞ്ഞു കൊടുക്ക് നബിയെ, ഞാൻ അടുത്തുണ്ട്, ദൂരെയൊന്നുമല്ല, ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. അള്ളാഹുവുമായിട്ട് ഒറ്റയ്ക്കിരിക്കാനുള്ള നിമിഷങ്ങൾ അത് ആസ്വാദ്യമാക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ അങ്ങനെ ഈ ഒരു ഒറ്റയ്ക്കിരിക്കൽ കൊണ്ട് ഹൃദയം ആർദ്രമാകും. അള്ളാഹുവിനോട് അതിരറ്റ പ്രണയമുള്ള മനുഷ്യന്റെ ഖൽബ് ആർദ്രമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഭർത്താക്കന്മാര് മരിച്ചുപോയ വിധവകൾക്കിടയിലൂടെ ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു വരികയാണ്. ഹബീബ് റസൂലുള്ളാഹ് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, മോനെ അനുസ്ഇഅത മിൻക റഹ്മ, നിന്നിൽ നിന്ന് കാരുണ്യമൊക്കെ എടുത്തു മാറ്റപ്പെട്ടു, നിനക്ക് എങ്ങനെ പറ്റി മോനെ അതിൻ്റെ ഇടയിലൂടെ നടന്നു വരാൻ? സയ്യിദുനാ റസൂലുള്ളാഹ് അല്ലേ, പ്രയാസങ്ങൾ അനുഭവിക്കണവരെ കാണുമ്പോൾ നമ്മുടെ കൽബിൽ വേദന ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് റമദാൻ ഉപകരിച്ചിട്ടില്ല. അല്ലേ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നവരെ കാണുമ്പോൾ നമ്മുടെ കൽബൊന്ന് വിങ്ങണം. വിങ്ങിയാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം. നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോസ് ഇങ്ങനെ കാണും. അതിൽ QR കോഡ് ഉണ്ടാകും. അതൊന്ന് കണ്ടിട്ട് വേഗം എന്ത് ചെയ്യും നമ്മൾ? ഇതൊരു കഷ്ടമല്ലേ, സ്ക്രോൾ ചെയ്യും. ഒന്ന് പരിഗണിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ നമുക്ക് റമദാൻ ഉപകരിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണുകയാണ്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുമക്കൾ റമദാൻ മാസത്തിൽ നമ്മളിങ്ങനെ സുഭിക്ഷമായി നോമ്പ് തുറക്കുമ്പോഴും നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന ചെമ്പുകൾ പൊട്ടിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളടക്കം പ്ലേറ്റുകളുമായിട്ട് തിക്കും തിരക്കാണ്. റോട്ടിൽ നിന്ന് നായ്ക്കുട്ടികൾ ഇങ്ങനെ തമ്മിൽ തെല്ലുന്നത് പോലെ വിശപ്പിന്റെ വിളിയാളം സഹിക്കവയ്യാതെ ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കുഞ്ഞുമക്കളുടെ കാഴ്ച കണ്ടിട്ടും നമ്മുടെ കൽബൊന്ന് പൊട്ടുന്നില്ലെങ്കിൽ നമ്മളും റബ്ബുമായിട്ട് എന്ത് ബന്ധം? നമുക്കെന്ത് റമദാൻ, നമുക്കെന്ത് റമദാൻ? ആർദ്രമായ കൽബ്. അല്ലാഹുവേ, ഫലസ്തീനിലെ പ്രിയ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. നീ എത്രയും പെട്ടെന്ന് മോചനം നൽകണേ അല്ലാ. ഖുദ്സിന്റെ വിമോചകർക്ക് നീ ഫലം നൽകണേ അല്ലാ. അതോടൊപ്പം തന്നെ അല്ലാഹ് പറയാ, എന്നോടൊപ്പം ഒറ്റയ്ക്കിരിക്കണം എന്നാണ്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സഹറിന്റെ സമയം അതെപ്പോഴാ? സഹർ എന്ന് പറഞ്ഞാൽ ഇടയത്താഴ സമയം. ആ സമയത്ത് ഫുഡ് അടിക്കാൻ മാത്രമുള്ള സമയമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ സഹായം കൊണ്ട് നമ്മിലേക്ക് ഏറെ അടുത്തു വരുന്ന നിമിഷമാണ്. ആ സമയത്ത് ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ നിമിഷം തഹജ്ജുദിന്റെ നേരം. തഹജ്ജുദ് ഒറ്റയ്ക്കിരിക്കാനുള്ള നിമിഷമാണ്. ഇന്ന് വരെ തഹജ്ജുദ് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ച് എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ? കടം വീടാൻ, മക്കളുടെ കാര്യം നടക്കാൻ, കച്ചവടം നടക്കാൻ, ഇതിനൊന്നുമല്ല തഹജ്ജുദ്. തഹജ്ജുദ് അള്ളാഹിനെ കിട്ടാനാണ്. എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കാൻ കാത്തിരിക്കുന്ന നിമിഷം, എൻ്റെ റബ്ബ് എല്ലാ സഹായങ്ങളും എനിക്ക് നൽകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന നിമിഷം. ആ നിമിഷത്തിൽ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് അല്ലാഹു അക്ബർ, നീയാണ് പടച്ചോനെ വലിയവൻ, നീ മാത്രമാണ് വലുത്, എന്റെ കൽബിൽ വേറൊന്നുമില്ലല്ല, ഞാൻ നിന്നോടൊപ്പം ഇരിക്കാൻ കൊതിക്കാണല്ല, ഒന്ന് കരഞ്ഞുകൊണ്ട് ഒറ്റക്കൊന്ന് നിസ്കരിച്ചു നോക്കിയേ, അവിടെ ആർദ്രത ലഭിക്കും കൽബിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ട്, വബിഇസ്സതി വബിജലാലി. അല്ലാഹ് പറയാണ്,
ഞാൻ ഭൂമിയിലെ അദാബിറക്കാൻ തീരുമാനിച്ചു ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ 2-3 ആളുകളിലേക്ക് നോക്കുന്നതെന്ന് അള്ളാഹു പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു വിഭാഗം എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളത്രേ. അവർക്ക് എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ, പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയാലും കൊതിയാണ്, വേഗം ഓടി പള്ളിയിൽ വരും. അള്ളാഹുവിന്റെ ഭവനത്തിലിരിക്കാനുള്ള കൊതിയാണ് അവർക്ക്. മറ്റൊരു വിഭാഗം ആരും കാണാതെ ഒറ്റക്കിരിക്കുവര്, ഒറ്റക്കിരുന്നിട്ട് റബ്ബുൽ ആലമീന്റെ മുമ്പിലിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ്, നീ പുറത്തു തരണേ അല്ലാ, അള്ളാഹിനോട് വർത്തമാനം പറയുന്ന, ഒറ്റക്കിരുന്ന് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്ന മനുഷ്യർ, അവരെ ഞാൻ ഇങ്ങനെ കണ്ടു. മൂന്നാമത്തൊരു വിഭാഗം എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും എൻ്റെ പേരിൽ ദേഷ്യപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരെ ഞാൻ കണ്ടു എന്നാണ്. ഞാൻ സറഫ്തു ദാലിക അൻഹും, അവരിൽ നിന്ന് ആ അദാബ് ഞാനങ്ങ് മാറ്റിവെച്ചു എന്ന് അള്ളാഹു പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹ്. എങ്ങനെ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന മനുഷ്യരെ, അള്ളാഹുവിന് വേണ്ടി പിരിയുന്ന മനുഷ്യരെ. അപ്പൊ ഇബാദത്തുകൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ ആർക്ക് വേണ്ടി ആകണം എന്നാണ് ഈ പറയണത്? ആർക്ക് വേണ്ടി ആകണം? ആർക്ക് വേണ്ടിയാകണം? അതുപോലെ തന്നെ അള്ളാന്റെ മുമ്പിൽ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരയുന്ന മനുഷ്യരെ കണ്ടു. ഒറ്റക്കിരുന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മനുഷ്യർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. കൂട്ടമായി ഒക്കെ ചൊല്ലണം, അതിന് പ്രതിഫലേറെ ഉണ്ട്. പക്ഷേ ഒറ്റക്കിരുന്നും അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ കഴിയണം. അസ്തഗ്ഫിറുല്ലാഹ്. അവരെ കണ്ടപ്പോഴാണ് ഞാൻ അദാബ് മാറ്റിവെച്ചതെന്ന് അള്ളാഹു പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാത്രി കൂടെ വരുമ്പോ ഇത്ര മഹത്വമാണ് അള്ളാഹു വാരിക്കോരി തരുന്നത്. നമ്മൾ ഒരു സംഭവം പറഞ്ഞു, ശംഊനുൽ ഗാസി എന്ന് പറയുന്ന മഹാന്റെ ചരിത്രം പറഞ്ഞപ്പോഴാണ് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്ത് ഇറങ്ങിയത്. മറ്റൊരു വിശദീകരണത്തിൽ ഇങ്ങനെ കാണാം, 4 മനുഷ്യരെ കുറിച്ച് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 4 പ്രവാചകന്മാരെ കുറിച്ച്. 80 കൊല്ലം ജീവിച്ചിട്ട് അവരുടെ കണ്ണ് അള്ളാഹുവിൽ നിന്ന് തെറ്റിയിട്ടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ കണ്ണ് അടയുന്ന നിമിഷം പോലും അള്ളാഹുവിൽ നിന്ന് അവരുടെ മനസ്സ് മാറിയിട്ടില്ല. നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം, നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഹിസ്കീൽ അലൈഹിസ്സലാം, നബിയുല്ലാഹി യൂശഅ ഇബ്നു നൂൻ അലൈഹിസ്സലാം. ഈ 4 പേരുടെയും ചരിത്രം ഇങ്ങനെ പറയുമ്പോൾ സഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കാൻ. 80 കൊല്ലം ജീവിച്ചിട്ട് അവര് കണ്ണിങ്ങനെ ഇമവെട്ടി തുറക്കുന്ന ആ ഒരു നിമിഷം പോലും അവരുടെ ഖൽബ് അള്ളാഹുവിൽ നിന്ന് മാറിയിട്ടില്ല. ഇത് കേട്ടപ്പോ സ്വഹാബത്തിന് വല്ലാത്തൊരു കൊതി, നബിയെ ഞങ്ങൾക്കും കിട്ടുമോ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കും അതിങ്ങനെ ആസ്വദിക്കണം. അപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, അള്ളാഹു അവിടെ ആയത്തിറക്കാൻ 80 അല്ല അതിലേറെ വർഷങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ തരും. ഇത്ര നമ്മളെ പരിഗണിക്കുന്ന ആരാണുള്ളത്? എല്ലാ തോന്നിയവാസങ്ങൾ ചെയ്തിട്ടും റബ്ബിനോട് ഒരു ദിവസം കണക്കെടുത്താൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര തെറ്റുകൾ ചെയ്തിട്ടും ഒന്ന് എൻ്റെ അടുത്തിരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ പുറത്തു തരും. കാരണം ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങളുടെ എന്തെല്ലാം തെറ്റിയതാലും അവസാനം വന്ന് ഉമ്മിച്ചീരെ എടുത്തിട്ട് ഉമ്മിച്ചി എനിക്ക് പുറത്തെന്നോട്ടാ എന്ന് പറയുമ്പോ ഉമ്മിച്ചിയുടെ മോനിങ്ങട് വന്നേ. അത് റബ്ബത്താണെങ്കിൽ ആ റബ്ബത്തിലൂടെ തിരിച്ചറിയേണ്ട യഥാർത്ഥ റബ്ബുണ്ട്. തെറ്റുപറ്റിപ്പോയ അല്ലാഹ് അല്ലാഹ് പറയാ, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് അല്ലാഹു പറയും. സയ്യിദുനാ റസൂലുള്ളാഹ്. അതാണ് സ്വഹാബത്തിന് ഒരു നഷ്ടബോധം. റമളാൻ ഇങ്ങനെ കഴിഞ്ഞുപോയി, പടച്ചോനെ 6 മാസം ഇരുന്ന് കരയാൻ. റമളാൻ തീർന്നു പോയല്ലോ അല്ലാ, സ്വഹാബത്ത് കരയുകയാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഈ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മരണം ഇങ്ങനെ നമ്മളെ തേടി വരുമ്പോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, നമ്മളെ കയ്യിൽ ചിലപ്പോഴൊക്കെ ഈ സൂചി കുത്തിക്കൊള്ളാറുണ്ട് അല്ലേ? ഈ സൂചി ഇങ്ങനെ കുത്തിക്കൊള്ളുമ്പോ അസഹനീയമായ വേദനയായിരിക്കും. ഇനി വേണ്ട, ഒരു സൂചി എടുത്ത് ഇങ്ങനെ കുത്തിക്കെറ്റിയെന്ന് വിചാരിക്കാം, നമുക്ക് സഹിക്കാൻ പറ്റുമോ വേദന? ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇപ്പുറത്ത് കൂടെ ഇറക്കിയാൽ എന്താ കാരണം? ഈ ഭാഗത്തെ റൂഹ് അങ്ങ് മാറി നിൽക്കുന്നത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ
റൂഹ് മുഴുവനായി നമ്മുടെ ശരീരത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. സഹിക്കാൻ പറ്റും നമുക്ക് വേദന? അവിടെയാണ് അള്ളാഹു ഇതൊക്കെ ലഘൂകരിച്ചു കൊടുത്തപ്പോ പുഞ്ചിരിയോടുകൂടെ വിട പറഞ്ഞ സ്വാലിഹ്യങ്ങൾ ഒരു ഭാഗത്തുള്ളത്. എന്തേ അവര് ചെയ്തത്? അവരല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു. അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തവരിങ്ങനെ ആർത്തട്ടഹസിക്കും, പടച്ചോനോട് ചോദിക്കും, യാ റബ്ബി ഒരു നിമിഷം തരാമോ അല്ലാ, ഒരു നിമിഷം. എന്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യവും നിനക്ക് വേണ്ടി ദാനം ചെയ്യല്ല, ഒരു നിമിഷം തരാമോ? കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞുപോയി, ഇനി പ്രതീക്ഷിക്കണ്ട. ഇതിനൊക്കെയുള്ള അവസരം നിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എത്ര റമദാൻ കഴിഞ്ഞുപോയി, നിനക്ക് നന്നാകാൻ തോന്നിയില്ലല്ലോ. റമദാൻ വിട പറയാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ. റമദാൻ ഇനിയും വരും. നമ്മൾ ഇനി ഉണ്ടാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മളുണ്ടാവോ? നമ്മളിൽ എത്ര പേരിഞ്ഞുണ്ടാവും? റമദാൻ അടുത്ത കൊല്ലം വരും. ഞാൻ അടുത്ത കൊല്ലം ഉണ്ടാവും ഉറപ്പുള്ള എത്ര പേരുണ്ട് കൂട്ടത്തിൽ? അതുകൊണ്ട് തന്നെ ഇനി കിട്ടുന്ന ആ കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മണിക്കൂറുകൾ, 2-3 ദിവസങ്ങൾ, അത് നന്നായി അധ്വാനിച്ച് അള്ളാഹുവിൽ നിന്ന് റമദാൻ നേടിയെടുക്കാൻ പറ്റുന്നതാക്കി മാറ്റണം. തൽക്കാലത്തേക്ക് ദുനിയാവിൽ വായക്കൊന്ന് സീല് വെച്ചാൽ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ വായ നന്നായി തുറക്കാം. നല്ലത് മാത്രം സംസാരിക്കണം, നല്ലത് പറയാ, നല്ലത് ചെയ്യാം. ഈ റമദാനെന്ന് അനുകൂലമായി നമുക്ക് കിട്ടണം. ലൈലത്തുൽ ഖദ്ർ നമുക്ക് ലഭിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.